അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 2ാം ഭാഗത്തിലെ 7ാമത്തെ പാഠം ഖരീഖത്തുൽ മദ് എന്ന പാഠം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് വായിച്ച് നോക്കാം. ഖരീഖത്തുൽ മദ് എന്ന മദ്ദിനെ കുറിച്ചുള്ള ചാർട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മദ് ഏതൊക്കെ എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് ചാർട്ട് ചെയ്ത് കാണിച്ചു തന്നതാണ്. മദ് രണ്ടൈറ്റാണുള്ളത്. ഒന്ന് അസ്ലിയും മറ്റൊന്ന് ഫറഈ. മദ് രണ്ടൈറ്റം അസ്ലി ഫറഈ. അസ്ലി ഒന്നായിട്ട് ഭാഗനേറ ഏതാണ്? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ മുത്തത്തരിഫാണ്. മദ് മുത്തത്തരിഫാണ് അസ്ലി മറ്റൊന്നായിട്ട് മാറുന്നത്. ഈ മദ് ഫറഈ നമ്മൾ എത്ര ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്? 5 ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. മദ് മുത്തസിലുണ്ട്, മുൻഫസിലുണ്ട്, ലാസിമുണ്ട്, ആരിലുണ്ട്, ഡീനുണ്ട്. ഇങ്ങനെ 5 ഐറ്റം മദ്ദുകളുണ്ട്. മദ് ഫറഈ അതിൽ 3ാമത്തെ മദ്ദാകുന്ന മദ് ലാസിമ് 2 ഐറ്റം ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാസിം ഹർഫി ഉണ്ട്, ലാസിം കലിമിയും ഉണ്ട്. ഹർഫുകളിൽ വരുന്ന മദ് ലാസിമാണെങ്കിൽ മദ് ലാസിം ഹർഫി എന്ന് പറയും. നൂൻ, യാസീൻ എന്നൊക്കെ പറയുന്നത് പോലെ. അതുപോലെ കലിമി എന്ന കലിമത്തുകളിൽ വരുന്നത് പോലെ അല്ലാഹീൻ പോലെ പാഠത്തിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ് അതൊക്കെ. അപ്പോൾ മദ് ലാസിം 2 ഐറ്റം വരും. മദ് ലാസിം ഹർഫി, മദ് ലാസിം കലിമി. ചുരുക്കി പറഞ്ഞാൽ മദ് എത്ര ഐറ്റാണ്? 2 ഐറ്റം. അസ്ലിയും മദ് ഫറഈയും. അസ്ലി വേറൊന്നായിട്ട് മാറുന്നത് മദ് മുത്തത്തരിഫാണ്. ഫറഈ 5 വിധത്തിലേക്ക് ഇനങ്ങളാകുന്നുണ്ട്. മദ് മുത്തസില്, മുൻഫസില്, ലാസിം, ആരിദ്, ലീന്. അതിൽ തന്നെ ലാസിമായ മദ് 2 ഐറ്റാവുണ്ട്. ലാസിം ഹർഫി, ലാസിം കലിമി. ഇങ്ങനെ 2 ഐറ്റം ആകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതാണ് ഈ പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാറുള്ളത്. മദ് എത്ര ഐറ്റാണ്? 2 ഐറ്റം ഉണ്ട്. മദ് അസ്ലി, മദ് ഫറഈ. മദ് അസ്ലി മുത്തത്തരിഫായിട്ട് മാറുന്നുണ്ട്. മദ് ഫറഈ മറ്റൊന്ന് 5 ഇനമുണ്ട്. മദ് ഫറഈ അതിൽ തന്നെ 3ാമത്തെ ഇനമാകുന്ന ലാസിം 2 ഐറ്റം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. നഖ്റഉൽ ആയാത്തിൽ ആത്തിയത വനുമയ്യിസ അൻവാഉൽ മദ്ദി. ഇവിടെ ഒരുപാട് ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മദ്ദിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് ഈ പേജിൽ ഇവിടെ നമ്മൾ എഴുതി കൊടുക്കണം ഓരോ മദ്ദുകളും എത്ര വീതം വന്നിട്ടുണ്ട്. അതതിൽ മദ്ദുൽ മുത്തസിൽ, മദ് മുത്തസിൽ എത്ര എണ്ണം വന്നിട്ടുണ്ട്, മദ് മുൻഫസിൽ എത്ര സ്ഥലത്ത് വന്നിട്ടുണ്ട്, മദ് ആരിദ്, മദ് ലീന്, മദ് ലാസിം, മദ് ലീന്. ഇത് ഓരോന്നും എത്ര എണ്ണം വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്താനാണ്. അപ്പോൾ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ റെഡ് കളറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് മദ് മുൻഫസിലാണ്. ഇന്നി അറാക്കും. മദ്ദക്ഷരം ഒരു കലിമത്തിലും തൊട്ടടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വന്നു, മദ് ലീന്. പിന്നെ ഇവിടെ നീല അടയാളപ്പെടുത്തിയിട്ടുള്ളത് മദ് ആരിദാണ്. അതായത് മദ്ദക്ഷരത്തിന് ശേഷം പുതുതായ സുക്കൂൻ വന്നാലാണ് മദ് ആരിദ് ഉണ്ടാകുക. മദ്ദക്ഷരത്തിൻ്റെ ശേഷം പുതുതായ സുക്കൂൻ വന്നാലാണ് മദ് ആരിദ് ഉണ്ടാവുക. മദ്ദക്ഷരം യാ, അതിന് ശേഷം നൂന്, തൻവീൻ, കെസറാണെങ്കിലും വഖഫിൻ്റെ കാരണത്താൽ അവിടെ സുക്കൂന് വരുന്നു. അപ്പോൾ മദ് ആരിദ്. പിന്നെ ഇവിടെ ഈ റെഡ് കളറിൽ കാണുന്നതൊക്കെ മദ് മുൻഫസിലാണ്. നീല കളറിൽ കാണുന്നത് മദ് ആരിദാണ്. ഇനി ഇങ്ങനെ പോന്നാൽ ഇവിടെ മിനൽ ഖൗം ഇത് കാണാം. ഇവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇത് വരും? മദ് ലീന് വരും. അല്ലാതെ എവിടെ നോക്കിയാലും ഇതിൽ മദ് ലീന് കാണുകയില്ല. മദ് ലീന് 2 സ്ഥലത്താണ് ഈ ആയത്തുകൾ വന്നിട്ടുള്ളത്. അതായത് ഇടയിൽ വഖഫ് ചെയ്യുമ്പോഴേ അങ്ങനെ വരികയുള്ളൂ. ആയത്തിൻ്റെ ഇടയിൽ വഖഫ് ചെയ്യുമ്പോഴേ വരികയുള്ളൂ. മിനൽ ഖൗം അവിടെ നമ്മൾ പറഞ്ഞിരുന്നു മദ് ലീനക്ഷരം എന്ന് പറഞ്ഞാൽ ഫത്തഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ് യാ. ഇവിടെ ഫത്തഹ് ഖാഫിന് ഫത്തഹാണ്, വാവ് സുക്കൂനായിട്ട് വന്നു. അതിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ ഇവിടെ സുക്കൂൻ പുതുതാകും, ഖൗം. അപ്പോൾ സുക്കൂന് പുതുതായി വരും. അപ്പോൾ അവിടെ ഒരു മദ് ലീന് വരും. അതുപോലെ തന്നെ അടുത്ത പേജിൽ അതുപോലെ ഒരു ലീന് നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഫയ്യുൽ ഫരീഖൈൻ, ഇവിടെ വഖഫ് ചെയ്യുകയാണെങ്കിലും അതുപോലെ മദ് ലീന് വരും. കാരണം ഖാഫിന് ഫത്തഹ് ശേഷം സുക്കൂനുള്ള യാ വന്നു. ഫത്തഹിന് ശേഷം സുക്കൂനുള്ള വാവോ യാവോ വന്നാലാണ് ലീനക്ഷരമാവുക. അപ്പോൾ ലീനക്ഷരത്തിന് ശേഷം ഇവിടെ സുക്കൂന് പുതുതായി വരുന്നു. അപ്പോൾ അത് മദ് ലീനായിട്ട് നമുക്ക് പരിഗണിക്കാം. പിന്നീട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഓറഞ്ച് കളറിൽ കാണുന്നത് മദ് ലാസിമാണ്. വലല്ലാലി അവിടെ മദ്ദക്ഷരമാകുന്ന അലിഫിന് ശേഷം ഷദ്ദുൽ അക്ഷരം വന്നു. അപ്പോൾ മദ് ലാസിമിൻ്റെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ സുക്കൂനുള്ള ഒരക്ഷരവും ഹർക്കത്തുള്ള ഒരക്ഷരവും ചേരുമ്പോഴാണ് ഷദ്ദുൽ അക്ഷരം ഉണ്ടാകുന്നത്. അപ്പോൾ മദ്ദക്ഷരത്തിന് ശേഷം യഥാർത്ഥത്തിൽ ഇവിടെ 1ാമത്തെ ലാമിന് സുക്കൂനായിട്ടാണ് വരിക. അപ്പോൾ സ്ഥിരമായ സുക്കൂനുണ്ട് അവിടെ. വലല്ലാലീൻ മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂൻ ഉണ്ടാകുമ്പോഴാണ് മദ് ലാസിം ഉണ്ടാകുക. അതുപോലെ തന്നെ വഹാജഹു അവിടെയും അതേ രൂപത്തിൽ തന്നെയാണ്. മദ്ദക്ഷരമാകുന്ന അലിഫിന് ശേഷം ജീമ് വന്നു, ഷദ്ദുള്ള ജീമ്. അപ്പോൾ സുക്കൂനുള്ള ഒരു ജീമും ഹർക്കത്തുള്ള ഒരു ജീമും കൂടുമ്പോഴാണ്
ഷദ്ദുള്ള ജീമാകുന്നത്. അപ്പോൾ അലിഫിന് ശേഷം സുക്കൂനുള്ള ജീമ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂൻ വരുന്നു. അതുപോലെ തന്നെ അതുഹാജൂന്നി ഇവിടെ 2 മദ് ലാസിമുണ്ട്. അതുഹാ എന്ന് പറഞ്ഞുകൊടുത്ത് മദ്ദക്ഷരം അലിഫ്, പിന്നെ ഷദ്ദുള്ള ജീമ് വരുന്നു. അപ്പോൾ അവിടെ സ്ഥിരമായ സുക്കൂനുണ്ട്. പിന്നെ ജൂന്ന് കഴിഞ്ഞിട്ട് മദ്ദക്ഷരമാകുന്ന വാവ് വന്നു, അതിനുശേഷം ഷദ്ദുള്ള നൂന്. അപ്പോൾ അവിടെയും സാക്കിനായ സ്ഥിരമായ സുക്കൂനുള്ള ഒരു നൂൻ അവിടെയുണ്ട്. അപ്പോൾ ഇവിടെയും 2 മദ്ദുകൾ, മദ് ലാസിം മദ് 2 ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ പച്ചയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് മദ് മുത്തസിൽ. ബരീഉൻ മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ, മദ്ദക്ഷരവും ഹംസ ഇവിടെ യാകുന്ന മദ്ദക്ഷരം വരുന്നു, തൊട്ടടുത്ത അതേ കലിമത്തിൽ ഹംസ വരുന്നു. അതുപോലെ തന്നെ അയ്യഷാ ഇവിടെയും അതേ രൂപത്തിൽ തന്നെ മദ്ദക്ഷരം അലിഫ് അതേ കലിമത്തിൽ ഹംസ വരുന്നു. മദ് മുത്തസിലുമായി, മദ് മുൻഫസിലായി, മദ് ആരിദുമായി, മദ് ലീനുമായി. മദ്ദുൽ മുത്തത്തരിഫ് ഇതിൽ എവിടെയും വന്നിട്ടില്ല. തൊർഫുകളിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സുൽത്താന ഇവിടെ വരും. അങ്ങനെ വഖഫില്ലാത്ത സ്ഥലങ്ങളിൽ, അതായത് വഖഫില്ലാത്ത സ്ഥലമല്ല, ഇടയിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ മദ്ദുൽ മുത്തത്തരിഫ് വരും. സുൽത്താന ഇവിടെ അലിഫിലാണ് നമ്മൾ വഖഫ് ചെയ്യുക. അപ്പോൾ മദ്ദുൽ മുത്തത്തരിഫ് അങ്ങനെ നോക്കിയാൽ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാൻ പറ്റും. മദ്ദുൽ മുത്തത്തരിഫിനെ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. പുതിയ ബുക്കിലാണ് അവിടെ മദ്ദുൽ മുത്തത്തരിഫ് ഉള്ളത്, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ പുസ്തകത്തിൽ അദുൽ മദ്ദുൽ ലീന് കഴിഞ്ഞാൽ അദദുൽ മദ്ദുൽ മുത്തത്തരിഫ് എന്നൊരു കോളം കാണാം. അവിടെയാണ് മദ്ദുൽ മുത്തത്തരിഫിനെ എഴുതി കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് മദ്ദുൽ മുത്തത്തരിഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പേജിൽ നോക്കുകയാണെങ്കിൽ കൗകബ എന്നിടത്തും മദ്ദുൽ മുത്തത്തരിഫാണ് വരുന്നത്. അതുപോലെ ഇൽമ എന്ന് പറയുന്നിടത്തും മദ് മുത്തത്തരിഫാണ് വരുന്നത്. അതും ശ്രദ്ധിച്ച് അങ്ങനെ എത്രണ്ണം വരുന്നുണ്ട് നോക്കിയിട്ട് അത് ആ കോളത്തിലേക്ക് എഴുതി കൊടുക്കുക. ഈ റെഡ് കളറിലുള്ള എണ്ണി നോക്കിയാൽ മദ്ദുൽ മുൻഫസിൽ എത്ര ഉണ്ടെന്ന് കിട്ടും. നീല കളറിലുള്ള എണ്ണി നോക്കിയാൽ മദ് ആരിൽ എത്ര ഉണ്ടെന്ന് കിട്ടും. ഓറഞ്ച് കളറിലുള്ളതാണ് മദ് ലാസിമ്. പിന്നെ പച്ച കളറിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് മദ് മുത്തസിലാണ്. ഇതൊക്കെ ശ്രദ്ധിക്കുക, എണ്ണി നോക്കിയാൽ തന്നെ കിട്ടും. ഇവിടെ മഞ്ഞയിൽ ഇവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ മാത്രം മദ് ലീന് വരും, അങ്ങനെയും അടയാളപ്പെടുത്താം. പിന്നെ മദ്ദുൽ മുത്തത്തരിഫാണ് നമ്മൾ പറഞ്ഞത്. ഇൽമ എന്നുള്ളിടത്തും കൗകബ എന്നിടത്തും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സുൽത്താന എന്ന് പറയുന്നിടത്തും മദ്ദുൽ മുത്തത്തരിഫ് വരും. അപ്പോൾ അതൊക്കെ എണ്ണി നോക്കിയിട്ട് ഈ കോളത്തിലേക്ക് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.